ഇന്നലൊരു സൺഡേ കാരണം ഫാമിലിയായിട്ട് ഔട്ടിങ്ങിന് പോയതാണ്. അവിടെ അതിരപ്പള്ളിയിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. കോൾഡൊക്കെ ഉണ്ടെങ്കിലും അതിരപ്പള്ളിയിൽ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ പോയി. പക്ഷേ സൺഡേ കാരണം നിറച്ച ആൾക്കാരായിരുന്നു, എല്ലാ വണ്ടികളായി ഭയങ്കര റഷായിരുന്നു. അങ്ങനെ നമ്മൾ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു. അന്ന് കാടിക്കോട് പോയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്കതുപോലെ പോകുമ്പോൾ നല്ല മീൻസ് ഫുള്ള് നമുക്ക് ചുറ്റും ഗ്രീനറി ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഫീലാണ്. മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അതിരപ്പള്ളിയിൽ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഒരു വട്ടെങ്കിലും പോകണം ആ സ്ഥലത്തേക്ക്. കാരണം അത്രയും നല്ല രീതിക്ക് നമുക്ക് കാണാനുണ്ട്. ചെറിയ ചെറിയ അരുവികളുണ്ട്. ഇത് എണ്ണക്കുന്ന് മീൻസ് എണ്ണക്കുരു എന്നാണ് പപ്പനോട് പറഞ്ഞത്. എണ്ണക്കുരുവിൻ്റെ എന്തോ സംതിങ് തെങ്ങാണെന്നാണ് പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് പറഞ്ഞോളൂ. അങ്ങനെ പിന്നെ എണ്ണക്കുരുവിൻ്റെ ആ സംഭവങ്ങൾ പിന്നെ കുറേ ഉണ്ടായിരുന്നു അവിടെ. കുറേ അതിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം മീൻസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെടികൾ കഴിഞ്ഞ് പിന്നെ എണ്ണക്കുരുവിൻ്റെ സ്ഥലത്തെത്തി. പിന്നെ ഒരു പാറയൊക്കെ കണ്ടു. ആൾക്കാരവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും എടുത്തില്ല. അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതൊന്നും എടുത്തില്ല. അതൊക്കെ എടുത്തൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു. സോ അങ്ങനെ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പുഴയൊക്കെ പോകുന്നത് ലൈക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാം. അവിടെ നിന്നൊക്കെ ചെറിയ അരുവികളുണ്ട്, അതിലൊക്കെ ഒഴുകി വരുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ഫാമിലിയും കൂടെ പോയതാണ്. അന്ന് ഭയങ്കര റഷായ കാരണം ഞങ്ങൾക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയില്ല. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കുറേ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ്സും കാറും സൈക്കിളും അങ്ങനെ വേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ആ ഫ്ലോയിൽ മീൻസ് നല്ല പ്ലേസാണിത്. അപ്പോൾ ചുമ്മാ കാടൊക്കെ കണ്ട് പതിയെ വിചാരിച്ച് പോയതാണ്. ഒരു കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ആൾക്കാരായി, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് പിന്നത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത്. കണ്ടോ, ആ വഴിയാണ് നമ്മുടെ വെള്ളമൊക്കെ ഒഴുകി നല്ല രീതിയിൽ കാണാം. കാറ് നിർത്തിയിടാൻ കൂടെ നമുക്ക് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ചെറിയ റോഡാണ്. നമുക്ക് 2 വണ്ടികൾക്ക് ഇങ്ങനെ കുറച്ച് സ്പേസിൽ പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസാണ്. സോ നമുക്ക് അത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ല കാറ് പാർക്കിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ടു വളരെ ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇനിമൽസ് വരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാന, കരടി, പിന്നെ ആനൊക്കെ വരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുരങ്ങന്മാർ ഞങ്ങൾ കണ്ടു. കുരങ്ങന്മാരൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. കുറേ കുരങ്ങന്മാർ നമ്മുടെ വയനാട്ടിൽ ഒരിക്കലും അടുത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയും. വയനാട്ടിൽ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ അതുപോലത്തെ ഒരു ഫീൽ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയത്. കാരണം അതുപോലെ തന്നെയാണ്. അതുപോലെ ഒരു റിവർ ഉണ്ട്, മീൻസ് ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോൾ ലൈക്ക് നല്ല രസമാണ് അത് കാണാനായിട്ട്. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ആൾക്കാരായിരുന്നു. തന്നെ കാണാൻ പറ്റും. നമുക്ക് എന്തോരം വണ്ടികൾ പോകണമെങ്കിൽ അതുപോലെ ടോയ് ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഹോം സ്റ്റേ ഉണ്ട്, നമുക്ക് അവിടെ വേണമെങ്കിൽ നിൽക്കാം. ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സൺഡേ ഔട്ടിങ് പോകുമ്പോൾ മൈൻഡ് ഭയങ്കര റിലാക്സ് ആക്കും. വാട്ടർഫോൾസൊക്കെ കണ്ട് ഗ്രീനറിയൊക്കെ കണ്ട് നല്ലൊരു പ്ലേസാണ് വിസിറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഫുൾ വ്ളോഗായിട്ട് നമ്മൾ സൂൺ വരുന്നതാണ്. എന്തായാലും ടേക്ക് കെയർ ഗൈസ്, ബൈ.